ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളിൽ ആരാണ് ഇടപെട്ടത്? ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയ്ക്കുണ്ടായ സംഘർഷത്തിന് പരിഹാരം കണ്ടത് അമേരിക്കയാണ്. നിരവധി ചോദ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലുമെല്ലാം വരുന്നത്. എന്നാൽ നിലവിൽ അങ്ങനെ ഒരു ഇടപെടലേ ഉണ്ടായിട്ടില്ല എന്നുള്ള വസ്തുത ഇന്ത്യ ലോകത്തിനോടും മാധ്യമങ്ങളോടും എല്ലാം പറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ അമേരിക്കയുടെ ഒരു ഇടപെടലിൻ്റെ ആവശ്യമില്ല. ഇന്ത്യക്ക് കൃത്യമായ തീരുമാനങ്ങളുണ്ട്, അത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് പോയത് എന്നുള്ളതിൻ്റെ കാരണം നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. നമ്മളുടെ നേർക്ക് ഉണ്ടായ പഹൽഗാമിലെ ഭീകരാക്രമണം, അതിനുള്ള മറുപടിയാണ് ഇന്ത്യ ഈ പ്രത്യാക്രമണത്തിലൂടെ നൽകിയത് എന്നുള്ളതാണ്. മെയ് 1 സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ എസ് ജയശങ്കർ കൃത്യമായി പറഞ്ഞിരുന്നു, ഞങ്ങൾ തീവ്രവാദികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന്. ആ തിരിച്ചടിയുടെ തുടർച്ചയെന്നോണം പാകിസ്ഥാൻ അവിടെ നിന്ന് നടത്തിയ ആക്രമണങ്ങളെ ഇന്ത്യ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനുള്ളിലേക്ക് കയറി സാധാരണ ജനങ്ങളെ കൊലപ്പെടുത്തുക എന്നുള്ള ഒരു നയത്തിലേക്ക് ഇന്ത്യ പോയിട്ടില്ല. ഇവിടെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിലും ഇന്ത്യ നിലപാട് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കയും ഇന്ത്യയുമായി പുലർത്തുന്ന നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത്തരം വിഷയങ്ങളിൽ അമേരിക്കയുമായി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. 7-നും 8-നും രാത്രി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇന്ത്യ അതേ മട്ടിലാണ് മറുപടി നൽകിയത്. വെള്ളിയാഴ്ച രാത്രി US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെട്ടു. പാകിസ്ഥാൻ ശക്തമായ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചുവെന്ന് അറിയിച്ചതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്താൽ പ്രതികരണം കൂടുതൽ വിനാശകരമാകും. വാൻസിന് പ്രധാനമന്ത്രി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അതായത് ഇന്ത്യ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇന്ത്യ പോകുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് അമേരിക്ക ചോദിക്കുമ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. മറ്റാരും ചോദിക്കുമ്പോഴും ഇന്ത്യക്കുള്ള മറുപടി അത് തന്നെയാണ്. പാകിസ്ഥാനോട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഭീകരവാദത്തിനെതിരായ നടപടി ഇന്ത്യ തുടരുമെന്ന് പ്രധാനമന്ത്രി ഈ പറയുന്ന നിലപാടിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇത് ഇന്ത്യ തുടക്കം മുതലെടുത്ത നിലപാടാണ്. ഭീകരവാദത്തിനോട് സന്ധിയില്ല. അതിന് കൃത്യമായ മറുപടി ഈ പാക് ആക്രമണങ്ങൾക്കായാലും ഭീകരാക്രമണങ്ങൾക്കായാലും നൽകും എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അവിടെയും യാതൊരു മാറ്റവുമില്ല. ഇനി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക ഇടപെട്ടു എന്ന് പറയുന്നവരുടെ സങ്കുചിത രാഷ്ട്രീയമാണ്. അത് ആരൊക്കെയാണ് പറയുന്നത്? ഇവിടുത്തെ പ്രതിപക്ഷമാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്? ഇന്ത്യക്ക് എന്തോ ഒരു കഴിവുകേടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളെല്ലാം തന്നെ. ഇതിനവർ പറയുന്ന എടുത്തു കാണിക്കുന്ന മറ്റൊരു ഉദാഹരണം ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന 7ാം കപ്പൽപ്പടയുടെ വരവിനെയാണ്. 1971 ഇന്ത്യയും ബംഗ്ലാദേശിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനോട് യുദ്ധത്തിലേർപ്പെട്ടു. ആ സമയത്ത് പാകിസ്ഥാൻ്റെ സഹായങ്ങൾ എല്ലാം പാകിസ്ഥാന് സഹായങ്ങളെല്ലാം നൽകിയിരുന്ന അമേരിക്കയായിരുന്നു. ആ സഹായങ്ങളുടെ തുടർച്ചയെന്നോണമാണ് പാകിസ്ഥാൻ തോൽവിയോടടുക്കുമ്പോൾ അമേരിക്ക 7ാം കപ്പൽപ്പടയെ ഇന്ത്യൻ സമുദ്ര തീരത്തേക്ക് അയച്ചത്. എന്നാൽ അന്ന് USSR ഇടപെടുന്നു. USSRൻ്റെ അന്തർവാഹിനി 7ാം കപ്പൽപ്പടയുടെ സമീപമെത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് വീണ്ടും പോകും കാര്യങ്ങൾ എന്ന് വന്നപ്പോൾ അമേരിക്ക മടങ്ങിപ്പോവുകയായിരുന്നു അന്ന് ചെയ്ത 7ാം കപ്പൽപ്പട. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ കഴിവോ തൻ്റെ ഇടമോ ധൈര്യമോ LADയുടെ കരുത്തോ ഒന്നും ആയിരുന്നില്ല. അവിടെ USSR എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രവർത്തനമായിരുന്നു. അതിൻ്റെ മറുപടി എന്നോണം, അതിൻ്റെ നന്ദി എന്നോണം ഇന്ദിരാഗാന്ധി കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റും സെക്കുലാറും എന്നുള്ളത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ആ അമെൻമെൻറ്റിലൂടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ 2 വാക്കുകൾ പുറത്തുനിന്ന് ഇന്ദിരാഗാന്ധി കൂട്ടിച്ചേർത്തു. അത് റഷ്യയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയായിരുന്നു. അന്ന് റഷ്യ പറഞ്ഞു, ഇതാ ഇന്ത്യ സോഷ്യലിസ്റ്റ് ആയിരിക്കുന്നു, സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് വന്നിരുന്നു. ഓർക്കണം, അന്ന് ലോകം 2 ചേരിയായി തിരിഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. എങ്ങനെയാണ്? ഒന്ന് മുതലാളിത്ത ചേരി അമേരിക്കയുടെ നേതൃത്വത്തിൽ 1ാം ബ്ലോക്ക് എന്നും 2ാം ബ്ലോക്ക് എന്ന പേരിൽ റഷ്യയുടെ USSRൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ 2ാം ബ്ലോക്കും. ഇങ്ങനെ 2 ഘട്ടമായി നിന്നിരുന്ന ലോകരാജ്യങ്ങളിൽ എങ്ങും ചേരാതെ നിന്നിരുന്ന ഇന്ത്യയുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ശീതയുദ്ധകാലത്ത് ഇന്ത്യ എടുത്ത തീരുമാനം ചേരാ നയമാണ്. അത് നെഹ്റു പിൻപറ്റിയ പോളിസിയാണ്. പക്ഷേ നെഹ്റുവിൻ്റെ മകളായ ഇന്ദിരാഗാന്ധി അതിനെ തകിടം മറിക്കുകയല്ലേ 1971 ഈ പറയുന്ന USSRനൊപ്പം നിന്നുകൊണ്ട്, സോവിയറ്റ് യൂണിയനൊപ്പം നിന്ന് ഇന്ത്യയുടെ നയത്തിൽ വെള്ളം ചേർത്തില്ലേ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ധൈര്യവതിയായ ധീരയായ സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി എന്ന് നമുക്ക് പറയാൻ കഴിയുക?
USSRന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ അമേരിക്കയെ ഇന്ത്യ എങ്ങനെ നേരിടുമായിരുന്നു അന്ന്? ഇന്നത്തെ പോലെയുള്ള വലിയ സൈനിക സന്നാഹമോ അതിനുള്ള ശേഷിയോ അന്നുണ്ടായിരുന്നില്ല ഇന്ത്യക്ക്. എന്നിരുന്നാൽ കൂടി USSRന്റെ പിന്തുണയാണ് അന്ന് ഇന്ത്യയെ നേരെ നിൽക്കാൻ സഹായിച്ചത്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് വിദേശ രാജ്യത്തോട് വിധേയത്വം? ഇന്ന് വരെയും കോൺഗ്രസിനുണ്ടായിരുന്ന വിധേയത്വത്തിൻ്റെ കഥ നമുക്കറിയാം. 26/11 പാർലമെൻറ്റ് അറ്റാക്കിനുമൊക്കെ എന്തിനാണ് ഇന്ത്യ ഒരു മറുപടിയും കൊടുക്കാതെ വെറുതെ ഇരുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അങ്ങനെ വരുമ്പോൾ ആർക്കാണ് വിദേശ വിധേയത്വവും ശത്രുവിനോട് പോരടിക്കാനുള്ള ഭയവും നിലപാടെടുക്കാനുള്ള ബുദ്ധിമുട്ട് ആർക്കാണ് ഉണ്ടായിരുന്നത്? അത് കോൺഗ്രസിന് തന്നെയാണ്. ഇന്നുള്ള സർക്കാർ കൃത്യമായി മറുപടി കൊടുക്കുന്നു, കൃത്യമായ തിരിച്ചടി കൊടുക്കുന്നു, ഭീകരവാദത്തിന് മേൽ ആക്രമണം നടത്തുന്നു, ശരിയായ നിലപാടെടുത്തു നിൽക്കുന്നു. അത് അമേരിക്ക ചോദിച്ചാലും റഷ്യ ചോദിച്ചാലും ഫ്രാൻസ് ചോദിച്ചാലും UK ചോദിച്ചാലും ഇന്ത്യക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. അത് ആരെ കണ്ടും തിരുത്തുന്ന രാജ്യമല്ല ഇന്ത്യ. പക്ഷേ ഇവിടെ പറഞ്ഞിരുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കരുത്തിനെ, വിദേശ നയത്തിനെ കരുത്ത് കുറച്ച് കാണിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത് ഒരിക്കലും വിലപ്പോകുന്ന കാര്യമല്ല. കൃത്യമായി ഇവിടെ നമ്മൾ എടുക്കുന്ന നിലപാടെന്ത് എന്നുള്ളതാണ് പ്രസക്തം. വിദേശ രാജ്യങ്ങളുമായിട്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, അയൽ രാജ്യവുമായി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇന്ത്യയിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ട് എന്ന് പറഞ്ഞ പ്രതിപക്ഷം ഇപ്പോൾ തിരിച്ചടികളെ പോലും കുറ്റപ്പെടുത്തുകയാണ്. ഇന്ത്യ എങ്ങനെയാണ് വെടിനിർത്തലിലെത്തിയത് എന്നുള്ള കാര്യത്തിനെ പറ്റി ചെയ്യുകയാണ്. ഇന്ത്യ യുദ്ധത്തിലേക്ക് പോകണമെന്നാണോ ഇവർ പറയുന്നത്? യുദ്ധത്തിലേക്ക് പോയാൽ ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയിൽ ഉണ്ടാകുന്ന നഷ്ടം എത്രത്തോളം ആയിരിക്കുമെന്നുള്ളതിൻ്റെ ആ കാര്യം ഇവർക്ക് അറിയാഞ്ഞിട്ടാണോ? അതല്ല, ഇന്ത്യയുടെ ഭരണത്തിനെ എങ്ങനെയെങ്കിലും ചീത്ത വിളിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ദിരാഗാന്ധിയെ ഉയർത്തി കാണിക്കുന്നതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്ന വിധേയത്വവും മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ വന്നപ്പോൾ പീപ്പിൾ ഓഫ് ഇന്ത്യ ലവ്സ് യു സാർ എന്ന് കാതിൽ പോയി മന്ത്രിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഗതികെട്ട ഒരു പ്രധാനമന്ത്രി അല്ല ഇന്നുള്ളത്. കഴിഞ്ഞ 11 വർഷത്തിലേറെയായി നമുക്കുള്ള നട്ടലുള്ള തൻ്റെ ഇടമുള്ള ഒരു ഭരണം ഇന്ത്യയിൽ നടക്കുന്നു എന്നതിന് വലിയ തെളിവുകൾ നമുക്കറിയാം. വിദേശത്ത് കുടുങ്ങിപ്പോയ നഴ്സുമാരെ തിരിച്ചെത്തിക്കുന്നതിലായാലും ഓരോ വിദേശ ഇന്ത്യക്കാരനെയും ഏത് രാജ്യത്തായാലും സംരക്ഷിക്കുന്നതിനായാലും ഒക്കെ ഇന്ത്യ എടുത്ത നടപടികൾ, ധീരമായ നിലപാടുകളൊക്കെ പ്രശംസനീയമാണ്. ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുള്ളവനെ പിടിച്ചുകൊണ്ടുപോകാൻ വിദേശ രാജ്യങ്ങൾ ഒന്നും മടിക്കുന്നതിന് കാരണം അതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു ശരിയായ കീഴ്വഴക്കവും ഉണ്ടാക്കി വയ്ക്കുന്നതിന് NDA സർക്കാരിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു, അങ്ങനെ ഒരു നയമുണ്ടായിരുന്നു. ആ നയത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ പാസ്പോർട്ടുള്ളവന്, ഇന്ത്യൻ പൗരന് ലോക രാജ്യങ്ങളുടെ മുൻപിൽ വിലയുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പരമാധികാരവും സ്വാഭിമാനവും ഉയർത്തിപ്പിടിക്കാനുള്ള നടപടികൾ എല്ലാ കാലത്തും ഇന്ത്യ സ്വീകരിക്കും. അത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടല്ല. അമേരിക്ക ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു, ഇങ്ങനെയുള്ള ഭീകരമായ ചില ആക്രമണങ്ങൾ ഉണ്ടാകാമെന്ന്. അപ്പോൾ മോദി പറഞ്ഞത് എന്താക്രമണം ഉണ്ടായാലും അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നാണ്. ഇന്ത്യ എടുക്കുന്ന ആ നിലപാടാണ് നമ്മുടെ എല്ലാം സുരക്ഷിതത്വം എന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.